ഹായ് ഗൈസ്, ഇന്നത്തെ വീഡിയോയില് മെഗാസ്റ്റാർ മമ്മൂട്ടി അഥവാ നമ്മുടെ എല്ലാം മമ്മൂക്ക അല്ലെങ്കിൽ ലാലേട്ടന്റെ ഇച്ചാക്ക ഉപേക്ഷിച്ച സിനിമകൾ ഏതെല്ലാമാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി റൺവേ. 1990കളുടെ അവസാനത്തിൽ ഉദയകൃഷ്ണ CBK തോമസ് മമ്മൂട്ടിക്ക് വേണ്ടി എഴുതിയൊരു ചിത്രമായിരുന്നു റൺവേ എന്ന് പറയുന്നത്. അന്ന് ഇതിന്റെ ഡയറക്ടർ ജോഷി സാർ ആയിരുന്നില്ല, അന്ന് ബാലു കിരിയത്തായിരുന്നു ഇതിന്റെ ഡയറക്ടറായിട്ട് വന്നിരുന്നത്. അതിന്റെ പ്രൊഡ്യൂസറായിട്ട് വന്നിരുന്നത് ബാലു കിരിയത്തിന്റെ തന്നെ അനിയനായിട്ടുള്ള വിനു കിരിയത്തായിരുന്നു. അദ്ദേഹത്തിന്റെ ഗോപുര ചിത്ര ഫിലിംസ് ആയിരുന്നു ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ നിന്നിരുന്നത്. വിനു കിരിയത്തിനെ അറിയില്ലെങ്കിൽ മാട്ടുപ്പെട്ടി മച്ചാൻ എന്ന സൂപ്പർ ഹിറ്റ് മൂവി പ്രൊഡ്യൂസ് ചെയ്തതും വിനു കിരിയത്താണ്. അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും ഉദയകൃഷ്ണ CBK തോമസ് ആയിരുന്നു കേട്ടോ. അതിന്റെ ഒരു ബലത്തിലാണ് ഇവർ വിനു കിരിയത്തിനെ തന്നെ തന്റെ അടുത്ത സിനിമയിലേക്ക് കൂടി ക്ഷണിച്ചത്. ഉദയകൃഷ്ണ CBK തോമസ് എന്നിവർ മമ്മൂക്കയ്ക്ക് സ്ക്രിപ്റ്റ് കൊടുക്കുകയും സ്ക്രിപ്റ്റ് വായിച്ച് മമ്മൂക്കയ്ക്ക് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായി 5 ലക്ഷം രൂപ മമ്മൂക്കയ്ക്ക് അഡ്വാൻസ് കൊടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ആ സമയത്താണ് കാറ്റത്തൊരു പെൺപൂവ് എന്ന് പറഞ്ഞ ഒരു സിനിമ ഇറങ്ങുന്നത്. അതിന്റെ വിതരണം ഈ പറഞ്ഞ ഗോപുര ചിത്ര ഫിലിംസിനായിരുന്നു. എന്നാൽ ചിത്രം വളരെ വലിയൊരു പരാജയമായിരുന്നു. അതുകൊണ്ട് തന്നെ ഗോപുര ചിത്ര ഫിലിംസിന് വലിയൊരു നഷ്ടം തന്നെ സംഭവിക്കുകയുണ്ടായി. അപ്പോൾ അടുത്തതായി തന്നെ മമ്മൂക്കയെ വെച്ചൊരു സിനിമ ചെയ്യുക എന്നത് അവരെ സംബന്ധിച്ച് പ്രാക്ടിക്കൽ ആയിരുന്നില്ല. അതുകൊണ്ട് അവർ അതിൽ നിന്നും വിട്ടുനിന്നു. അഡ്വാൻസ് വാങ്ങി 5 ലക്ഷം രൂപ മമ്മൂക്ക പിന്നീട് തിരികെ കൊടുക്കുകയും ചെയ്തു. പിന്നീടാണ് ദിലീപിനെ നായകനാക്കി ജോഷി സാറ് 2004 റൺവേ ചെയ്യുന്നത്. അന്ന് ദിലീപേട്ടൻ തന്റെ സ്ഥിരം കോമഡി റോഡുകളിൽ നിന്ന് മാറി ഒരു ആക്ഷൻ പരിവേഷത്തിലേക്ക് മാറുവാൻ ഒരു സ്ക്രിപ്റ്റ് കാത്തിരിക്കുക തന്നെയായിരുന്നു. കറക്റ്റ് സമയത്താണ് റൺവേ എത്തിപ്പെട്ടത്. പിന്നീട് എന്താ ഉണ്ടായതെന്ന് അറിയാലോ. ജനങ്ങൾക്കെല്ലാം വളരെയധികം ഇഷ്ടപ്പെടുകയും ബ്ലോക്ക് ബസ്റ്ററായി മാറുകയും ചെയ്തൊരു മൂവിയായിരുന്നു റൺവേ എന്ന് പറയുന്നത്. ഇന്നും TV വന്നാൽ ഞാൻ ഉൾപ്പെടെയുള്ള നിങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവരും ഈ സിനിമ ആകാംക്ഷയോടുകൂടി തന്നെ ഇന്നും കണ്ടിരിക്കാറുണ്ട് എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അത്രയ്ക്ക് അടിപൊളി മൂവി തന്നെയായിരുന്നു റൺവേ എന്ന് പറയുന്നത്. ഇതിനൊരു 2ാം ഭാഗം വരുന്നുണ്ട് എന്നൊക്കെ ഇതിന്റെ ഇടയ്ക്ക് കേട്ടിരുന്നു. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതിനൊന്നും 2ാം ഭാഗം വരാതിരിക്കുകയാണ് നല്ലത്. അത്രയും വലിയൊരു സ്റ്റഫ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനെല്ലാം 2ാം ഭാഗം ഇറക്കാൻ പാടുകയുള്ളൂ. അന്ന് ഇത്തരം സിനിമകളിൽ ഉണ്ടായിരുന്ന പലരും ഇന്ന് ജീവിച്ചിരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അന്ന് അവരുണ്ടാക്കിയ ഓളം എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു. അതിനെ പകരം വെക്കാൻ വേറെ ആൾക്കും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അടുത്തതായി ഇരുവർ. കേൾക്കുമ്പോൾ തന്നെ ഒരു ആകാംക്ഷയോ ഞെട്ടലോ ഉളവാക്കുന്ന ഒരു പേരാണ് ഇരുവർ എന്ന് പറയുന്നത്. കാരണം മണിരത്നത്തെ പോലുള്ള സംവിധായകന്റെ സിനിമ ഉപേക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞു വെച്ചാൽ അതെന്തായിരിക്കും കാരണമെന്ന് നമുക്ക് നോക്കാം. ഇരുവർ എന്ന് പറഞ്ഞ സിനിമ എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി ആയിരുന്ന സൂപ്പർ സ്റ്റാർ ആയിരുന്ന MGRനെയും അദ്ദേഹത്തിന്റെ സുഹൃത്ത് കരുണാനിധിയുടെയും അവർക്കിടയിലെ സൗഹൃദങ്ങളും അവർക്കിടയിലെ പ്രശ്നങ്ങളും എല്ലാം കാണിച്ചൊരു മൂവിയാണ് ഇരുവർ എന്ന് പറയുന്നത്. മണിരത്നമാണ് ഇത് സംവിധാനം ചെയ്തത്. 1997 ഈ സിനിമ പുറത്തിറങ്ങിയത്. ഇതിൽ കരുണാനിധിയായി അഭിനയിച്ചത് പ്രകാശ് രാജാണ്. അന്ന് പ്രകാശ് രാജ് എന്ന് പറഞ്ഞാൽ തുടങ്ങി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് വലിയ പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ സിനിമ ഇറങ്ങിയതിനു ശേഷം ആളുകൾക്കെല്ലാം പ്രകാശ് രാജിനെ വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തു. ആദ്യം മമ്മൂക്ക ഓക്കെ പറയുകയും പിന്നീട് ലുക്ക് ടെസ്റ്റും മേക്കപ്പ് ടെസ്റ്റൊക്കെ നടത്തുകയൊക്കെ ചെയ്തിരുന്നു. അതിന്റെ കുറച്ച് ഫോട്ടോസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. മറ്റൊരു യൂട്യൂബ് ചാനലിൽ നിന്നും ഞാൻ എടുത്തതാണ്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നീട് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ചിത്രം മുടങ്ങി പോവുകയായിരുന്നു. മമ്മൂക്കയ്ക്ക് ഇതിലുള്ള തന്റെ ലുക്ക് ഇഷ്ടമായില്ലെന്നും മറ്റും പറഞ്ഞ് പലതരം റൂമേഴ്സ് ഒക്കെ വരുന്നുണ്ട്. പക്ഷെ ഏതാണ് സത്യം എന്നുള്ള കാര്യം നമുക്കറിയില്ല. കാരണം ഒഫീഷ്യലായി ആരും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. എന്തായാലും ദളപതി പോലുള്ള ബ്ലോക്ക് ബസ്റ്ററൊക്കെ എഴുതിയ മണിരത്നത്തിന്റെ ഇരുവർ എന്ന് പറഞ്ഞ സ്ക്രിപ്റ്റും അദ്ദേഹത്തിനെ വിശ്വസിക്കാമായിരുന്നു. എന്തായാലും അദ്ദേഹം ചെയ്തൊരു മണ്ടത്തരമായി പോയി. എന്നാൽ പ്രകാശ് രാജ് തന്റെ പ്രകടനം കൊണ്ട് ഞെട്ടിക്കുക തന്നെയായിരുന്നു ചെയ്തത്. ഇന്ന് പ്രകാശ് രാജിന് പകരം മറ്റൊരാളെ ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അദ്ദേഹം അത് ചെയ്തു വെച്ചിട്ടുണ്ട്. അടുത്തതായി ഡ്രൈവിംഗ് ലൈസൻസ്. സച്ചി സാറിന്റെ തിരക്കഥയിൽ ലാൽ ജൂനിയർ സംവിധാനം ചെയ്ത മൂവിയാണ് ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറയുന്നത്. ഇത് പുറത്തിറങ്ങിയത് 2019 ഇത് ആദ്യം സച്ചി സാർ തയ്യാറാക്കിയത് മമ്മൂക്കയ്ക്ക് വേണ്ടിയാണ്. അത് അദ്ദേഹം പല ഇന്റർവ്യൂകളിലും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മമ്മൂക്ക സ്ക്രിപ്റ്റ് നിരസിക്കുകയായിരുന്നു. ഡ്രൈവിംഗിൽ ഏറ്റവും കൂടുതൽ ക്രേസ് ഉള്ള മലയാള താരങ്ങളുടെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ അതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് മമ്മൂക്ക തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് സച്ചി സാർ അദ്ദേഹത്തിന് വേണ്ടി ഈ സിനിമ എഴുതിയത്. തുടക്കത്തിൽ ഹരീന്ദ്രനായി തോന്നുമെങ്കിലും പിന്നീട് സിനിമ മുന്നോട്ട് പോകുമ്പോൾ ഇത് മമ്മൂട്ടി എന്നുള്ള താരം തന്നെയാണല്ലോ എന്നുള്ള ചിന്ത ജനങ്ങൾക്ക് തോന്നും എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് അദ്ദേഹം അത് ഉപേക്ഷിച്ചത്. എന്തായാലും ചിത്രം ഉപേക്ഷിക്കാൻ മമ്മൂക്ക പറഞ്ഞ റീസൺ വളരെയധികം കൺവിൻസിംഗ് തന്നെയായിരുന്നു. എന്തായാലും രാജുവേട്ടൻ വളരെയധികം അടിപൊളിയായിട്ട് തന്നെ സിനിമ ചെയ്തു വെച്ചിട്ടുണ്ട്. അടുത്തതായി മെമ്മറീസ്. ജീത്തു ജോസഫ് മമ്മൂക്കയ്ക്ക് വേണ്ടി എഴുതിയ ഒരു മൂവിയാണ് മെമ്മറീസ്. പിന്നീടാണത് പൃഥ്വിരാജിലേക്ക് എത്തിയത്. ഇതിന്റെ ഫുൾ സ്ക്രിപ്റ്റ് മമ്മൂക്ക വായിച്ചു നോക്കുകയും എന്നാൽ മമ്മൂക്കയ്ക്ക് അതിലെ പല ഭാഗങ്ങളും കൺവിൻസ് ആവാതെ വരികയും ചെയ്തു. ഇതിനെക്കുറിച്ച് ജീത്തു ജോസഫ് തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് മെമ്മറീസ് മമ്മൂക്കയ്ക്ക് നഷ്ടമായി പോയത്. സത്യത്തിൽ മെമ്മറീസ് ഉപേക്ഷിച്ചത് മമ്മൂക്കയ്ക്ക് വളരെ വലിയൊരു നഷ്ടം തന്നെയായിരുന്നു. അടുത്തതായി ദൃശ്യം. ഇത് പലർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ജീത്തു ജോസഫ് മമ്മൂക്കയ്ക്ക് വേണ്ടിയാണ് ദൃശ്യം എഴുതിയിട്ടുള്ളതെന്ന്. അത് പല ഇന്റർവ്യൂകളിൽ ജീത്തു ജോസഫ് തന്നെ പറഞ്ഞിട്ടുണ്ട്. മമ്മൂക്ക മുഴുവൻ സ്ക്രിപ്റ്റ് വായിച്ചു നോക്കുകയും മമ്മൂക്കയ്ക്ക് വളരെയധികം കഥ ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ 2 വർഷം വെയിറ്റ് ചെയ്യണമെന്നായിരുന്നു ജീത്തു ജോസഫിനോട് പറഞ്ഞിരുന്നത്. ഇല്ലെങ്കിൽ മറ്റൊരാളെ വെച്ച് ചെയ്തോളൂ എന്നും മമ്മൂക്ക പറയുകയുണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രൊഡ്യൂസറെ കിട്ടാതിരിക്കുന്ന ഒരു സമയത്ത് ജീത്തു ജോസഫ് ആന്റണി പെരുമ്പാവൂരിനെ കണ്ടുമുട്ടുന്നത്.
ആ സമയത്ത് ആന്റണി പെരുമ്പാവൂരിനോട് കഥ പറയുകയും ആന്റണിക്ക് വളരെയധികം കഥ ഇഷ്ടപ്പെടുകയും ചെയ്തു. പിന്നീട് ലാലേട്ടനും കൂടി കൺവിൻസ് ആയപ്പോൾ ചിത്രം സംഭവിക്കുകയായിരുന്നു. പിന്നീട് നടന്നത് അറിയാലോ. 2013 റിലീസാവുകയും അന്നത്തെ സകലകാല റെക്കോർഡുകളും ദൃശ്യം തൂത്തുവാരുകയും ചെയ്തിരുന്നു. പിന്നീട് 2020 ചിത്രത്തിന്റെ 2ാം ഭാഗം വരികയും അത് OTT ആയിട്ട് റിലീസ് ചെയ്യുകയും ധാരാളം ആളുകൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. പിന്നീട് ഇപ്പോൾ ഇതാ 3ാം ഭാഗവും റിലീസായിരിക്കുന്നു. എന്തൊക്കെ പറഞ്ഞാലും ദൃശ്യം ഒഴിവാക്കിയതും മമ്മൂട്ടിയെ സംബന്ധിച്ച് വളരെ വലിയൊരു നഷ്ടം തന്നെയായിരുന്നു. അന്ന് ദൃശ്യത്തിന് പകരം മമ്മൂക്ക ചെയ്ത മൂവിയാണ് പ്രൈസ് ദ ലോർഡ് എന്ന് പറയുന്നത്. അത് തിയേറ്ററുകളിൽ വളരെ വലിയൊരു പരാജയം തന്നെയായിരുന്നു. ദൃശ്യവും മെമ്മറീസും മാത്രമല്ല, പല സിനിമകളും ജീത്തു ജോസഫ് മമ്മൂക്കയ്ക്ക് വേണ്ടി പറഞ്ഞു കളിപ്പിച്ചിട്ടുണ്ടെന്ന് കേട്ടിരുന്നു. എന്നാൽ അതൊന്നും സംഭവിക്കാതെ പോവുകയായിരുന്നു. ഇതൊക്കെയാണ് മമ്മൂക്ക ഉപയോഗിച്ച പടങ്ങൾ എന്ന് പറയുന്നത്. ഇനിയും വേറെ പടങ്ങൾ ഉണ്ടായിരിക്കാം. നിങ്ങളുടെ അറിവിൽ ഇത്തരം പടങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ രാജാവിന്റെ മകൻ മമ്മൂക്ക ഉപേക്ഷിച്ചതാണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അത് സത്യമാണോ എന്നുള്ള കാര്യം അറിയില്ല. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഓക്കെ, ബൈ.